ഹായ് കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉറുദു വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാവുന്ന ഓരോ പാഠഭാഗത്തിലെയും പ്രധാനമായ കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ഗർബസായെ, അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ പാഠം അബ്ബ ആയെ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെന്ന് അത് കാണാവുന്നതാണ്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സബക്ക് ദോ, രണ്ടാമത്തെ ചാപ്റ്റർ ആബ് കേസേ ഹൈ എന്ന പാഠഭാഗത്തിൽ എക്സാമിന് വരാവുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ടാം പാഠഭാഗത്തിലെ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നൂരി തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുകയാണ്. അടുത്ത് പൂച്ചയുണ്ട്. തൊട്ടടുത്തായി നൂരിയുടെ ഉമ്മ നിൽക്കുന്നു. അപ്പോഴാണ് നൂരിയുടെ ചാച്ച അഥവാ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഇക്ക നൂരിയുടെ വീട്ടിലേക്ക് വരികയാണ്. അതാണ് ചിത്രമുള്ളത്. ആ നൂരിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ നൂരിയും ചാച്ചയും അഥവാ ഇക്കയും കൂടെ തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് രണ്ടാമത്തെ പാഠഭാഗത്തിലുള്ളത്. ആ പാഠഭാഗത്തിലെ ആദ്യ പ്രവർത്തനമായിട്ട് വരുന്നത് സവാലോം കെ ജവാബ് ലിഖിയെ, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നൂരി കഹാ ഹെ, നൂരി എവിടെയാകുന്നു? കഹ എന്ന് പറഞ്ഞാൽ എവിടെ. നൂരി കഹാ ഹെ, നൂരി എവിടെയാകുന്നു? നമുക്കറിയാം നൂരി മുറ്റത്താകുന്നു. മുറ്റം എന്നുള്ളതിന് ഉറുദുവിൽ പറയാം ആങ്കൺ. മലയാളത്തിൽ നമ്മൾ അങ്കണം എന്ന് പറയാറില്ലേ, ആങ്കൺ മുറ്റം. അപ്പോൾ നൂരി ആങ്കൺ മേ ഹെ, നൂരി മുറ്റത്താകുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നൂരി കെ ഘർ മേ കോൻ ആയേ, നൂരിയുടെ വീട്ടിലേക്ക് ആരാ വന്നത്? കോൻ എന്ന് പറഞ്ഞാൽ ആര്, ആരാണ് വന്നത്? അതിൻ്റെ ഉത്തരം നമുക്കറിയാം. നൂരിയുടെ വീട്ടിലേക്ക് വരുന്നത് നൂരിയുടെ ഇക്കയാണ്, ചാച്ചയാണ്. അപ്പോൾ നൂരി കെ ഘർ മേ ചാച്ച ആയേ, നൂരിയുടെ വീട്ടിലേക്ക് ജ്യേഷ്ഠൻ ഇക്ക വന്നു. അടുത്ത ചോദ്യം. ചാച്ച നൂരി കെ ലിയെ ക്യാ ലായേ, ഇക്ക നൂരിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നത്? ആൻസർ നമുക്കറിയാം. ചാച്ച നൂരി കെ ലിയെ മിഠായി ലായേ, മിഠായിയാണ് ഇക്ക നൂരിക്ക് വേണ്ടി കൊണ്ടുവന്നത്. മിഠായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാളത്തിലും ഉറുദുവിലും അത് തന്നെയാണ് പറയുക, മിഠായി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നൂരി അപ്നെ ബാരെ മേ കുച്ച് കഹ രഹി ഹെ, ആപ്കെ ബാരെ മേ ഭി ബതായിയേ. നൂരി തന്നെക്കുറിച്ച് പറഞ്ഞു, ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ എന്നാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നൂരി പറഞ്ഞതൊന്ന് നിങ്ങൾ നോക്കൂ. മേരാ നാം നൂരി ഹെ, എൻ്റെ പേര് നൂരിയാകുന്നു. മേ 5വീ ജമാഅത്ത് മേ പഠത്തി ഹൂ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്ത് നോക്കൂ. ജോസഫ് മേരാ ദോസ്ത് ഹെ, ജോസഫ് എൻ്റെ കൂട്ടുകാരനാണ്. മേരെ ഘർ മേ അമ്മി അബ്ബ ദാദ ഓർ ദാദി ഹെ, നോക്കൂ എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്. മേ ഗാവോ മേ രഹ്തി ഹൂ, ഞാൻ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഇത് നൂരിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒന്ന് വളരെ ശ്രദ്ധിക്കണം, നോക്കണേ. നമുക്ക് നമ്മളെക്കുറിച്ച് എഴുതാം. മേരാ നാം ഫാത്തിമ ഹെ. ഈ ഫാത്തിമ എന്നുള്ളത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ച് എഴുതാം. മേരാ നാം അംജദ് ഹെ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ മേരാ നാം ശാലിനി ഹെ പറയാവുന്നതാണ്. ഒരു സെൻറ്റൻസ്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. മേരാ ഘർ ഗാവോ മേ ഹെ, എൻ്റെ വീട് ഗ്രാമത്തിലാകുന്നു. മേരാ ഘർ ഗാവോ മേ ഹെ, എൻ്റെ വീട് ഗ്രാമത്തിലാകുന്നു. അടുത്ത സെൻറ്റൻസ് നോക്കൂ. മേ 5വീ ജമാഅത്ത് മേ പഠത്തി ഹൂ, 5വീ ജമാഅത്ത് 5ാം ക്ലാസ്. 5 എന്ന് പറഞ്ഞാൽ 5, 5വീ എന്ന് പറഞ്ഞാൽ 5ാമത്തെ, 5th എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ്. ജമാഅത്ത് പറഞ്ഞ ക്ലാസ്. 5വീ ജമാഅത്ത് മേ പഠത്തി ഹൂ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
മേരെ ഘർ മേ അമ്മി അബ്ബ ദാദ ഓർ ദാദി ഹൈ. എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ മുത്തശ്ശൻ മുത്തശ്ശി ഉണ്ട്. ശാലിനി മേര ദോസ്ത് ഹെ. ശാലിനി എൻ്റെ കൂട്ടുകാരിയാകുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. നെക്സ്റ്റ് വരുന്നത് നീച്ചെ ദിയേ ഗയെ സവാലോं के ജവാബ് ലിഖിയേ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം നോക്കൂ. യേ കിസ്കാ ഘർ ഹെ. ഇത് ആരുടെ വീടാകുന്നു? ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് ആരുടെ വീടാകുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എഴുതാം. യേ നൂരി കാ ഘർ ഹെ. ഇത് നൂരിയുടെ വീടാകുന്നു. ദൂസര സവാൽ ദേക്കോ. രണ്ടാമത്തെ ചോദ്യം. നൂരി കെ പാസ് കോൻ ഹെ. നൂരിയുടെ അടുത്ത് ആരാകുന്നു? പൂച്ചക്ക് ഉറുദു പറയാം ബില്ലി എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാം നൂരി കെ പാസ് ബില്ലി ഹെ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ചോദ്യത്തിൽ നിന്ന് തന്നെ അതിൻ്റെ പകുതിയും നമുക്ക് ചേർക്കാവുന്നതാണ്. നൂരി കെ പാസ് കോൻ ഉള്ളിടത്ത് മാത്രം നമ്മൾ ബില്ലി എന്ന് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു സെൻറ്റൻസ് ജുംല പൂർത്തിയായി. നൂരി കെ പാസ് ബില്ലി ഹെ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നൂരി കെ ഹാത്ത് മേ ക്യാ ഹെ. നൂരിയുടെ കയ്യിൽ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്താകുന്നു? നൂരി കെ ഹാത്ത് മേ മിഠായി ഹെ. നൂരിയുടെ കയ്യിൽ മിഠായി ആകുന്നു. ഇനി നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ പേര് എന്താണ് എന്നുള്ളതാണ്